നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന മൊബൈൽ ഫോണുകൾ, അതുപോലെ ചാർജറുകൾ, മറ്റു ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസുകളായിട്ടുള്ള പല ഉപകരണങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾക്ക് ഒരു 50,000 മുതൽ 1,00,000 രൂപ 2,00,000 രൂപ ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വേസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് റീസൈക്ലിംഗ് ബിസിനസ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ സു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് വേസ്റ്റ്? ഇപ്പോൾ അറിയാത്തവർക്കായിട്ട്, അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ എന്താണ് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേടായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ്. ഇപ്പോൾ അതിൽ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. മൊബൈൽ, ലാപ്ടോപ്പ്, ചാർജറുകൾ, അതേപോലെ തന്നെ TV, ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ സംഭവങ്ങൾ നമ്മൾ കേടായതിനു ശേഷം നമ്മൾ എന്താ ചെയ്യാറ്? ഒന്നില്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ആക്രിക്കാർക്ക് വെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ നമ്മൾ മാറ്റി വെക്കും. ഈ ഒരു സംഭവത്തിനാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കേരളത്തിൽ വളരെ കുറച്ച് ആളുകളാണ് അതിനെ റീസൈക്കിൾ ചെയ്യുന്ന ഒരു സംഭവങ്ങൾ ചെയ്യാറുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ അതിനൊരു റീസൈക്ലിംഗ് സംഭവം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഒന്ന്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിലുള്ള കോപ്പറും അലുമിനിയം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കുക, PCB സെപ്പറേറ്റ് ആക്കുക, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആക്കുക, അതേപോലെ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം. ഇത് ഒരു ബിസിനസ് രീതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സംഭവങ്ങളും ഓരോ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലത്തെ വേസ്റ്റുകൾ ഒന്നും പൊളിക്കാതെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന, സെല് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്യുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളിലേക്ക്, കമ്പനികളിലേക്ക് നമ്മൾ ഇത് അങ്ങനെ തന്നെ കളക്ട് ചെയ്തിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു സംഭവം. ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിന് ബിസിനസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതി എന്ന് പറയുന്നത്, കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ലക്ഷം രൂപ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ഒരാളാണ്, അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഏറ്റവും ഈസിയും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഇത് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന കമ്പനികളിലേക്ക് നമ്മൾ ഇതിനെ വിൽക്കലാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യില്ല, റിസ്ക് കുറവാണ്, നമ്മൾക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റും കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വേറെ പണികളൊന്നും എടുക്കില്ല. നമ്മൾ ഇതിനെ എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നേരെ നമ്മൾ കയറ്റി വിട്ടു കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കളക്ട് ചെയ്യുക, നേരെ സെല്ല് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സംഭവങ്ങൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വേസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വേസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, നമുക്ക് മൊബൈൽ സർവീസ് സെൻ്ററുകൾ, ലാപ്ടോപ്പ് സർവീസ് സെൻ്ററുകൾ, സ്കൂള്, കോളേജുകൾ, നമ്മൾ ഇതേപോലെ തന്നെ വീടുകൾ, ഷോപ്പുകൾ, ഒരുപാട് സ്ഥലങ്ങൾ, നമ്മൾ എല്ലാവരും ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ കിട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ IT കമ്പനികൾ, അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റുകൾ ഉണ്ടാവും. മൊബൈൽ സർവീസ് സെൻ്ററുകളുണ്ടാവും, ലാപ്ടോപ്പ് സർവീസ് സെൻ്ററുകളുണ്ടാവും, കമ്പ്യൂട്ടർ സർവീസ് സെൻ്ററുകളുണ്ടാവും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ചെറിയ പൈസ കൊടുത്തിട്ട് നമുക്ക് അവരിൽ നിന്നും കളക്ട് ചെയ്യാം. അത് നമ്മൾക്ക് വീടുകളിൽ നിന്നും കളക്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് പോലത്തെ ഒരുപാട് ഐറ്റംസുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വേസ്റ്റ് ആക്കിയിട്ട് അവരിങ്ങനെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ടുണ്ടാവും, ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾക്ക് അങ്ങനെയുള്ള വീടുകളിൽ നിന്നും ഒക്കെ ഇത് നമ്മൾക്ക് കളക്ട് ചെയ്തെടുക്കാം. എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും. നമുക്കിപ്പോൾ ഈ മൊബൈലിലെ ചാർജറുകൾ, കേടായ ഫോണുകൾ, ഇങ്ങനെ പല സാധനങ്ങളും, നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾക്കിത് കളക്ട് ചെയ്ത് കൊടുന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഏരിയ നമ്മൾ കണ്ടെത്തണം. ഒരു എന്താ പറയുക, ഒരു 15 സ്ക്വയർ ഫീറ്റ് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുത്തിട്ട് അതിനെ ഡംപ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ വിൽക്കാം. അപ്പോൾ ഈ ഒരു ഏരിയകളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതിനെ കളക്ട് ചെയ്യാൻ കഴിയും. ഓഫീസുകൾ, വീടുകൾ, ഇതുപോലുള്ള സ്കൂൾ, കോളേജ്, IT കമ്പനികൾ, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഭവങ്ങൾ കിട്ടും.
അപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് പോയിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു സംഭവം. ഇത് കിട്ടാനുള്ള സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആക്കി വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ PCB എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിന് ഒരു കിലോയ്ക്ക് 600 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്, മനസ്സിലായോ? അതേപോലെ തന്നെയാണ് നമ്മളെ കോപ്പറിന് 600 രൂപ മുതൽ 800 രൂപ വരെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പം പ്ലാസ്റ്റിക് എല്ലാ സാധനങ്ങൾക്കും സെപ്പറേറ്റ് വില കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വില കിട്ടുന്ന കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കോപ്പർ സാധനങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ സംഭവത്തിനൊക്കെ നല്ല വില, കോപ്പറിനൊക്കെ നമുക്കറിയാം മാർക്കറ്റിൽ നല്ലൊരു വിലയുള്ള സംഭവമാണ്. നമ്മൾ ഇതിന് മുന്നേ കുറച്ച് മുന്നേ നമ്മൾ കോപ്പർ റീസൈക്ലിങ്ങിനെ കുറിച്ചൊരു ബിസിനസ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ നമുക്ക് ഈ വേസ്റ്റ് ഐറ്റംസുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഇത് കിട്ടാനുള്ളൊരു മറ്റു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ രീതിയിലുള്ള ആഡുകളൊക്കെ കൊടുക്കുക. നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മൾ ചെറിയ രീതിയിലുള്ള ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ആളുകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളും കോളേജ് ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് നമ്മൾക്ക് പറഞ്ഞു വെച്ച് ഒരു പ്രാവശ്യം അവർ ഡീൽ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ വരുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾക്ക് കളക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ബെനിഫിറ്റ് ഉള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ദിവസം ചെല്ലും തോറും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഓരോ ദിവസം ചെല്ലും തോറും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഒരു അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ വേസ്റ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് ആളുകളെ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾക്കിതിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു കളക്റ്റിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല നല്ല ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയത് നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 1,00,000 രൂപയ്ക്ക് നമുക്ക് മാസം വളരെ കൂളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. കാരണം നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നല്ല മാർക്കറ്റിൽ നല്ല വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PCB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 500-600 രൂപ മുതൽ 1500 രൂപ വരെ kg റേറ്റ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോപ്പർ നിങ്ങൾക്കറിയാം 600 രൂപ മുതൽ 800, 900, 1000 രൂപ വരെയൊക്കെ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് റേറ്റ് കിടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനും അത്യാവശ്യം നല്ല വില കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ സാധനത്തിലും അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. അത് നമ്മൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. അതല്ല, നമുക്കതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില കിട്ടും. അതേപോലെ തന്നെ ബാറ്ററികൾ, അപ്പോൾ ഈ പുതിയതൊക്കെ ആയിട്ട് തുടങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഒക്കെ ഓപ്പൺ ആക്കണം, ശ്രദ്ധിക്കണം. കാരണം അതിനൊക്കെ ഒരു പ്രത്യേക ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൂൾസ് ഉണ്ട്. ഗ്ലൗ ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കണം, അത് പ്രത്യേക രീതിയിലുണ്ട്. അപ്പോൾ പുതിയ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ ബാറ്ററി ഓപ്പൺ ആക്കുന്ന രീതിയിലുള്ള സംഭവം ചെയ്യാതെ തന്നെ അങ്ങനെ തന്നെ സെല്ല് ചെയ്യുക. പിന്നെ ഇത് സെല്ല് ചെയ്യേണ്ട മെയിൻ ആളുകൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന കമ്പനികളിലേക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രാപ്പ് ഡീലേഴ്സ് ഉണ്ട്, ബൾക്ക് സ്ക്രാപ്പ് ഡീലേഴ്സ് ഉണ്ട്, അവർക്ക് നമ്മൾക്ക് വിൽക്കാം. അതേപോലെ തന്നെ ഇത് നമ്മൾക്ക് പല രീതിയിലും വിൽക്കാൻ കഴിയും. ഇതിൻ്റെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇതന്നെ റീസൈക്കിൾ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ കണ്ടെത്തിയിട്ട് നമ്മൾക്കിത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം, നല്ല മാസം നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സാണ്. കൂടുതൽ ആളുകൾ ഇറങ്ങി വരാത്ത ബിസിനസ്സാണ്. കേരളത്തിൽ വളരെ കുറവുള്ള ബിസിനസ്സാണ്. നല്ല കോമ്പറ്റീഷൻ കുറവുള്ള ബിസിനസ്സാണ്. ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഇതിന് എന്ത് ചെയ്യേണ്ട വലിയ സ്കില്ലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് അറിയാം എന്തൊക്കെയാണോ ഇലക്ട്രോണിക്കലി ഉപയോഗിക്കുന്ന ഐറ്റംസുകൾ എന്നുള്ളത്. അതൊക്കെ നമ്മൾക്ക് കളക്ട് ചെയ്യാം, അതൊക്കെ വാങ്ങാം. അതൊക്കെ മേടിച്ചിട്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലുള്ള കമ്പനികളിലേക്ക് നമുക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. വേസ്റ്റ് പ്രത്യേകിച്ച് എടുക്കുമ്പോൾ നമുക്കറിയാലോ ചെറിയ പൈസക്കാണ് നമ്മൾ പല ഭാഗത്തു നിന്ന് കളക്ട് ചെയ്യുക. ഇതൊക്കെ നമുക്കൊരു എഗ്രിമെൻറ്റ്, ഒരു ഡീൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓഫീസാണെങ്കിലും വലിയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ കഴിയും. പിന്നെ ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ IT കമ്പനികൾ, വലിയ ഓഫീസുകളിൽ നിന്നൊക്കെ നമുക്ക് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും, സ്ക്രാപ്പ് ആയിട്ടും. അപ്പോൾ ഇതേപോലത്തെ സ്ക്രാപ്പ് ഡീലേഴ്സിന് നമ്മളിത് തിരിച്ച് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിക്കാം, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബെസ്റ്റ് സംഭവമാണ്. നമുക്കറിയാം റീസൈക്ലിംഗ് മേഖലകളിൽ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഒരുപാട് റീസൈക്ലിംഗ് ബിസിനസ്സുകളുണ്ട്. പ്ലാസ്റ്റിക്, ടയർ റീസൈക്ലിംഗ്, വേസ്റ്റ് റീസൈക്ലിംഗ്, കോട്ടൺ വേസ്റ്റ് റീസൈക്ലിംഗ്, ഇങ്ങനെ പലതും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ചിട്ട് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ബിസിനസ്സിലൊന്നാണ് ഈ വേസ്റ്റ് റീസൈക്കിൾ എന്ന് പറയുന്നത്. കാരണം അത് അത്രയും പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വേസ്റ്റ് അത്രയും അധികരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്കിത് കിട്ടാനും ഇതിനെ ആക്സസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.